നമസ്കാരം, നാട്ടിൻപുറത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലൂടെ കടന്നുപോയിട്ടുള്ളവർ വഴിയരികിൽ ചെരുപ്പ് വിൽക്കാനിരിക്കുന്ന അഷറഫ് റാസിയെ കണ്ടിട്ടുണ്ടാകും. ഈ റാസിക്കുള്ളിലെ കവിയെ കണ്ടിട്ടുള്ളവർ പക്ഷേ ചുരുക്കമായിരിക്കും. പല പല ജോലികൾ ചെയ്ത് ഒടുവിൽ ജീവിതം മുന്നോട്ട് നീക്കാൻ ചെരുപ്പ് വിൽപ്പനക്കാരനായ റാസിയുടെ മനസ്സ് നിറയെ കവിതയാണ്. റാസിയിലെ കവിയുടെ വിശേഷങ്ങൾ അറിയാം നാട്ടിൻപുറത്തിൽ ആദ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ഥിരമായി എത്തുന്നവർക്കും പരിസര പ്രദേശങ്ങളിലുള്ളവർക്കും സുപരിചിതനാണ് അഷറഫ് റാസി. എന്നാൽ റാസി ഒരു യുവകവി കൂടിയാണെന്ന് അറിയാവുന്നത് ചുരുക്കം പേർക്ക് മാത്രം. 2013 ആദ്യ കവിതാ സമാഹാരമായ 7 മുറികളിൽ കവിത പ്രകാശനം ചെയ്തത്. പിന്നീട് ഈ തെരുവിലിരുന്ന് മാസികകൾക്കായും കവിതകൾ എഴുതി. ചെരുപ്പ് വിൽപ്പനയ്ക്കിടയിലെ ഒഴിവ് സമയത്താണ് റാസിയുടെ കവിത എഴുതുന്നത്. ഇവിടെ ഇരുന്നാണ് എല്ലാം ടൈപ്പ് ചെയ്യുന്നത്. ഫേസ്ബുക്കിലാണ് ആക്റ്റീവ്. ഫേസ്ബുക്കിലൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യും. പുസ്തകം കൊണ്ടുവരും, വീട്ടിൽ നിന്ന് വാങ്ങി ഇന്ന് വായിക്കാൻ എടുത്ത പുസ്തകം, നമ്മുടെ മാഷിൻ്റെ പുസ്തകം, നല്ല കവിതകളുണ്ട്, ഈസിയാറിയ കവിതകളുടെ സമാഹാരം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. ഈസിയായിട്ട് പറ്റില്ലല്ലോ, കാരണം നമ്മളതിനെ സമയം കണ്ടെത്തുന്നതാണല്ലോ. എല്ലാത്തിനും നിൽക്കുന്നു. എപ്പോഴും ആൾ വരില്ല ഇവിടെ, എപ്പോഴും ആൾ വരില്ല. ഉച്ച സമയത്ത് 1 മണി മുതൽ 3 മണി വരെ ആളും വരില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് വല്ല പുസ്തകം കൊണ്ടേ വായിച്ചു. വിവിധ കാരണങ്ങളാൽ പഠനം 10ാം ക്ലാസ്സിൽ നിലച്ചിട്ടും പരന്ന വായനയാണ് റാസിയെ സർഗാത്മകതയിലേക്ക് നയിച്ചത്. ക്യാൻറ്റീനിലെ ക്ലീനിംഗ് ജോലി, ചായക്കട, പച്ചക്കറി വണ്ടി തുടങ്ങി പല ജോലികൾ ചെയ്ത ശേഷമാണ് ചെരുപ്പ് കച്ചവടത്തിലേക്ക് എത്തിയത്. റാസിയുടെ 2ാമത്തെ കവിതാ സമാഹാരമായ എൻട്രോ ഈ വഴിയോരത്ത് വെച്ച് അടുത്തയാഴ്ച പ്രകാശനം ചെയ്യും. ഭൂമിക്ക് വந்த നിലവേവാ പെണ്ണെன்று എണ്ണി പേസാമൽ വந்த പൊൻവണ്ണ മേനിസിലയേ. ന്യൂസ് 18 തിരുവനന്തപുരം. നാട്ടിലെ സ്കൂളിനെ സൂപ്പറാക്കാൻ താമരശ്ശേരിക്കാർ ബിരിയാണി വിളമ്പി. ഗവൺമെന്റ് VHSSന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. പുതിയ ബസ്, സ്പോർട്സ് ഉപകരണങ്ങൾ വാങ്ങുക എന്നിങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ പണം കൊണ്ട് നടപ്പാക്കാൻ പോകുന്നത്. തനതായ രീതിയിൽ PTA ചെയ്തു തീർക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഒരു സാമ്പത്തികം ഉണ്ടാക്കുക എന്ന രീതിയിലേക്ക് വിദ്യാലയ വികസന സമിതി രൂപീകരിച്ച് രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ സംഘടനകളെയും സന്നദ്ധ പ്രവർത്തകരെയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പണം സമാഹരിക്കണം എന്നുള്ള നിലക്കാണ്. താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ PTA പ്രഖ്യാപിച്ച ബിരിയാണി ചലഞ്ച് പൊതുസമൂഹം ഒന്നടങ്കമാണ് ഏറ്റെടുത്തത്. ബസ് വാങ്ങൽ, പ്രഭാത ഭക്ഷണം, കായികശേഷി വികസനത്തിനുള്ള പദ്ധതികൾ, കലാ-സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വികാസം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത്. ബിരിയാണി വിതരണം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവാധ്യാപകർ, നാട്ടുകാർ തുടങ്ങിയവരെല്ലാം കൈകോർത്തപ്പോൾ ചലഞ്ച് വൻ വിജയമായി. ഇത്രയധികം വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഏതായാലും 10,000 പേക്ക് ബിരിയാണി എൻ്റെ 70% ജനങ്ങളെ കൈകളിലെത്തി എന്നുള്ളത് അത്യധികം വിജയകരമായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ബിരിയാണിക്കുള്ള വിഭവങ്ങളേറെയും സംഭാവനയായാണ് ലഭിച്ചത്. ബിരിയാണി വിറ്റ് കിട്ടിയ 10 ലക്ഷത്തോളം രൂപ സ്കൂളിന് മുതൽക്കൂട്ടാകും. സ്കൂളിന്റെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ കഴിഞ്ഞതിൽ വിദ്യാർത്ഥികളും സന്തോഷത്തിലാണ്. ജനപ്രതിനിധികൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18 താമരശ്ശേരി. നാടെങ്ങും 3ാം തരംഗത്തിൽ കോവിഡ് പടർന്നു പിടിക്കുകയാണ്. കോവിഡ് കാലത്ത് ആരോഗ്യരംഗത്ത് അടിയന്തര പ്രാധാന്യത്തോടെ ഉറപ്പാക്കേണ്ടത് ഓക്സിജൻ ലഭ്യതയാണ്. അതിന് വളരെ സുപ്രധാനമായ ചുവടുവെച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. ചട്ടഞ്ചാലിലെ ഓക്സിജൻ പ്ലാന്റിൽ ഉൽപാദനം ഉടൻ ആരംഭിക്കും.
കോവിഡ് പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലാണ് കാസർഗോഡ് ചട്ടഞ്ചാലിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ 1,87,00,000 രൂപ മുടക്കിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 1 വർഷത്തിനകം പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി. എന്നാൽ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് 120 മെഗാവാട്ട് വൈദ്യുതി ആവശ്യമായതോടെയാണ് പദ്ധതി അല്പം വൈകിയത്. എങ്കിലും അടുത്ത മാസത്തോടെ പ്ലാന്റിൽ ഓക്സിജൻ ഉൽപ്പാദനം തുടങ്ങാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഒരു ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് 15-നുള്ളിൽ അത് പൂർത്തീകരിച്ച് തരാൻ വേണ്ടി കഴിയും. മാർച്ച് 15-നുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന വിശ്വാസമാണുള്ളത്. ഒമിക്രോൺ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്ലാന്റ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 2ാം തരംഗത്തിന്റെ ഘട്ടത്തിൽ ഓക്സിജൻ പ്രതിസന്ധി കാസർഗോഡ് രൂക്ഷമായിരുന്നു. ഇത് മുന്നിൽ കണ്ട് പ്ലാന്റ് വേഗത്തിൽ പ്രവർത്തനം തുടങ്ങാനാണ് അധികൃതരുടെ നീക്കം. ജില്ലാ പഞ്ചായത്തിന് പുറമെ ജില്ലയിലെ 3 നഗരസഭകളും 6 ബ്ലോക്ക് പഞ്ചായത്തുകളും 39 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്തിയത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി കുറച്ച് കൃഷിക്കാര്യം നോക്കാം. അതും വനിതാ ശാക്തീകരണത്തിന്റെ ഇക്കാലത്ത്. കൊല്ലം തേവലക്കരയിൽ കാർഷിക യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശരവേഗത്തിൽ പരിശീലനം നേടിയിരിക്കുകയാണ് 20 വനിതകൾ. കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. രണ്ടായിരത്തി 19-2020 സാമ്പത്തിക വർഷത്തിലാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി കാർഷിക കർമ്മസേന അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ട്രാക്ടറും ട്രില്ലറുമൊക്കെ ഓടിക്കാൻ പരിശീലനം നൽകി. കൊല്ലം കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന്റെ നേതൃത്വത്തിലാണ് കാർഷിക കർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകിയത്. ഇതോടെ നിലമുഴാനും കൊയ്യാനുമൊക്കെ മുന്നിട്ടിറങ്ങാമെന്നുള്ള ആത്മവിശ്വാസവും ഇവർക്കുണ്ടായി. ഈ സംരംഭം നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് 5ാം ദിവസത്തിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് ശ്രീകുമാർ എന്ന് പറയുന്ന സാറാണ്. നല്ല രീതിയിലൊരു ട്രെയിനറാണ് സാറ്. ഞങ്ങൾക്ക് ട്രാക്ടർ, മറ്റ് മിനി ട്രാക്ടർ, ഗാർഡൻ ഡ്രില്ലർ, ഫ്ലഷ് കട്ടറുണ്ട്, പിന്നെ തെങ്ങേറ്റം, അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ളൊരു പരിശീലനമാണ് സാർ തരുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് കർമ്മസേന അംഗങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുത്താൽ മാത്രം മതി. പഞ്ചായത്തിലെ കൃഷിക്കാരെ സഹായിക്കുന്നതിനായാണ് കൃഷിരീതിയെക്കുറിച്ച് അവബോധമുള്ള യുവതികളെ കണ്ടെത്തുകയും ഇത്തരത്തിലുള്ള പരിശീലനം നൽകുകയും ചെയ്യുന്നതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. കർഷകർക്ക് മിതമായ നിരക്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ലഭ്യമാക്കുമെന്ന രീതിയിലാണ് നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇവർ 2 വർഷമായി ഈ കർമ്മസേന ആരംഭിച്ചിട്ട് അവർ ഇപ്പോൾ തന്നെ അതിനകത്ത് തൈ ഉൽപ്പാദിപ്പിച്ച് നൽകുക, ഗ്രോ ബാഗ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികൾ അവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൃഷി അസിസ്റ്റന്റ് ശ്യാംകുമാർ, കൊല്ലം കൃഷി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലെ ശ്രീകുമാർ തുടങ്ങിയവരും പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 ചവറ. എന്ത് തടസ്സമുണ്ടായാലും തോൽക്കില്ലെന്ന് തീരുമാനിച്ചവരാണ് കായംകുളം പത്തിയൂരിലെ കർഷകർ. കഴിഞ്ഞ തവണ കാലം തെറ്റിയ മഴയിൽ പാടങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി കൃഷി താളം തെറ്റിയപ്പോൾ ഇക്കുറി അതിന് അവർ പകരം വീട്ടി. കരുതലോടെ നടത്തിയ കൃഷിയിൽ 100 മേനിയാണ് പത്തിയൂരുകാർ കൊയ്തത്. തരിശുരഹിത പത്തിയൂർ എന്ന ലക്ഷ്യത്തോടെയാണ് 250 ഏക്കറോളം വരുന്ന പാടത്ത് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ കൃഷിയിൽ അപ്രതീക്ഷിതമായി പാടങ്ങളിൽ വെള്ളം കയറിയത് തിരിച്ചടിയായെങ്കിലും മോശമല്ലാത്ത വിളവ് ലഭിച്ചതാണ് കർഷകരുടെ ആത്മവിശ്വാസത്തിന് കാരണം. D1, ജ്യോതി എന്നീ ഇനങ്ങളിലെ വിത്താണ് വിതച്ചത്. 100 ഏക്കറോളം പാടത്ത് D1ഉം ബാക്കിയുള്ള പാടത്ത് ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്തും വിതയ്ക്കും. ഇളവിത്തായ കാഞ്ചനയും ഈ സീസണിൽ കൃഷി ചെയ്യുന്നുണ്ട്. 150 ഏക്കറോളം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ബാക്കി കുഴിയും അല്ലാതെ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് താമസിച്ചാണ് നമുക്കിപ്പം കൃഷി ഇറക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എങ്കിലും നല്ല രീതിയിലുള്ള സഹകരണമാണ് പഞ്ചായത്തിൻ്റെയും കൃഷി ഓഫീസിൻ്റെ കൃഷിഭവൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള. അതുപോലെ എല്ലാ മെമ്പർമാരും എല്ലാവരും നല്ല സഹകരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിത്ത് സർക്കാർ സൗജന്യമായി നൽകുന്നുണ്ട്. പത്തിയൂർ പഞ്ചായത്ത് നെല്ലുൽപാദക സമിതിയുടെ നേതൃത്വത്തിലാണ് കൃഷി. പത്തിയൂർ, ചേപ്പാട് പഞ്ചായത്തുകളും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തും പിന്തുണയുമായി ഒപ്പമുണ്ട്. മഴ കാരണം കൃഷി താമസിച്ചാണ് ഇറക്കിയത്. ന്യൂസ് 18 കായംകുളം. കൃഷിയിൽ സന്തോഷം മാത്രമല്ല കണ്ണീരുമുണ്ടാകും. ഇടുക്കിയിലെ കർഷകരുടെ കാര്യം ഇപ്പോൾ അങ്ങനെയാണ്. മണ്ണിനോട് പടവെട്ടി മലയോരത്ത് കൃഷി ചെയ്യുന്ന അവർക്ക്
വലിയ തലവേദനയായിരിക്കുകയാണ് വില തകർച്ച. ഏലവും കുരുമുളകും റബ്ബറുമെല്ലാം വില വിവര പട്ടികയിൽ താഴേക്കാണ്. ഇടുക്കിയിൽ സ്ഥലം പാട്ടത്തിനടുത്ത് ഏലം കൃഷി ചെയ്ത കർഷകരുടെ സ്ഥിതിയാണ് ഏറെ പരിതാപകരം. ഏക്കറിന് ലക്ഷങ്ങൾ നൽകിയാണ് ഇവർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി തുടങ്ങിയത്. വിലയിടിഞ്ഞതോടെ പലരും മുൻകൂർ കൊടുത്ത പണവും കൃഷിയും ഉപേക്ഷിക്കുകയാണ്. ഒരു മാസം മുമ്പ് 540 രൂപ വില കിട്ടിയിരുന്ന കുരുമുളകിന് ഇപ്പോൾ 490 രൂപയാണ് വില. 200 രൂപയിലേക്ക് ഉയർന്ന റബ്ബറിന്റെ വില 152ലേക്ക് കൂപ്പുകുത്തി. പ്രധാന നാണ്യവിളകളുടെ വില ഇടിയുന്നതിനാൽ ഏതു കൃഷിയെ ആശ്രയിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. ഉൽപാദന ചെലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്രാമ്പു, ജാതി, കൊക്കോ തുടങ്ങിയ മറ്റു നാണ്യവിളകളും കർഷകർക്ക് നഷ്ടക്കച്ചവടമാണ്. ഉൽപ്പന്നം ഉണ്ടാകുന്ന സമയത്ത്, ഉൽപാദന സമയത്ത് വില ലഭിച്ചെങ്കിൽ മാത്രമേ അടുത്ത തവണത്തെ കൃഷിക്ക് അവർ തയ്യാറാകൂ എന്നുള്ള ഒരു സാമാന്യ തത്വം പോലും അധികാരികൾ മറന്നുപോവുകയാണ്. ഓരോ വിളയ്ക്കും ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും. എന്നാൽ ഈ സമയത്ത് ഇവരെല്ലാം ഒട്ടകപ്പക്ഷി നയം അനുവർത്തിക്കുകയാണ്. ഈ വിലയിടിവൊന്നും ഇവർ കാണുന്നേയില്ല. ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയ തന്നാണ്ട് കൃഷികൾ കർഷകർ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന അവസ്ഥയിലാണ്. അതിനിടെ പ്രതീക്ഷ നൽകുന്നത് കാപ്പി മാത്രമാണ്. എന്നാൽ വിലയില്ലാതിരുന്ന മുൻ വർഷങ്ങളിൽ മറ്റു കൃഷികൾക്കായി കാപ്പി സംരക്ഷിക്കാതിരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. വിപണിയിലേക്ക് കൂടുതലായി എത്തിത്തുടങ്ങുമ്പോൾ കാപ്പിക്കുരുവിന്റെ വിലയും ഇടിയുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വിളകൾക്ക് വിലയില്ലാത്തതുമൂലം കണ്ണീരിലായ ഇടുക്കിയിലെ കർഷകരുടെ കാര്യമാണ് നമ്മൾ കണ്ടുകഴിഞ്ഞത്. ഇടുക്കിയിലെ തന്നെ മക്കുവള്ളി ഗ്രാമത്തെക്കുറിച്ചാണ് ഇനി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടിലെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ ജനങ്ങളെ കാട്ടിൽ താമസിപ്പിച്ചുണ്ടാക്കിയ ഗ്രാമമാണ് ഇത്. നാടിന്റെ വിശപ്പകറ്റാൻ കാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയ ഇവർക്ക് ഇന്നും അവഗണന മാത്രമാണ് ബാക്കി. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം രാജ്യത്തുണ്ടായ ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനും അധിക ഭക്ഷ്യോൽപാദനത്തിനും വേണ്ടിയാണ് മക്കുവള്ളി വനത്തിനുള്ളിൽ ജനങ്ങളെ കുടിയിരുത്തിയത്. 85 കുടുംബങ്ങളെ സർക്കാർ ഏറെ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവിടെ കുടിയിരുത്തിയത്. എന്നാൽ ഇവർക്കാവശ്യമായ ഒരു സൗകര്യങ്ങളും ഏർപ്പെടുത്തിയില്ല. തിരുവിതാംകൂർ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ കാലത്താണ് മക്കുവള്ളിയെ ജനവാസ മേഖലയാക്കി മാറ്റിയത്. 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം സർക്കാരിനെ വിശ്വസിച്ച് കാർഷിക സമൃദ്ധമാക്കുവാൻ വിയർപ്പൊഴുക്കിയ കുടുംബങ്ങൾ 75 വർഷം പിന്നിടുമ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. 78 വർഷമായി കാണും സർ CPയുടെ കാലത്ത് കുടിയിരുത്തിയതാ തന്നാണ്ട് കൃഷിക്ക് നെല്ലും കപ്പയും. അല്ലാതെ വാഴയോ തെങ്ങോ കങ്ങോ വയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ ആണ് ഇവിടെ വന്നത്. ഉടുമ്പന്നൂർ പഞ്ചായത്തിന്റെ ഭാഗമായിരുന്ന മക്കുവള്ളി പ്രാദേശിക വിഭജനത്തെ തുടർന്ന് പിന്നീട് വാഴത്തോപ്പ് പഞ്ചായത്തിന്റെയും ഒടുവിലിപ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെയും ഭാഗമായി മാറി. 2019 വൈദ്യുതി എത്തി എന്നതു മാത്രമാണ് കഴിഞ്ഞ 75 വർഷത്തിനുള്ളിൽ മക്കുവള്ളിയുടെ വികസന മുന്നേറ്റം. യാത്രാ സൗകര്യമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡുകൾ നിർമ്മിക്കുവാനും റവന്യൂ, വനം വകുപ്പുകളുടെ ഉൾപോരു മൂലം കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് ചെലവഴിക്കാനായി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് മക്കുവള്ളിയുടെ വികസനമായി വല്ലപ്പോഴുമെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്നത്. പലവിധ രോഗങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന മക്കുവള്ളിയിലെ ജനങ്ങൾക്ക് ചികിത്സാ സൗകര്യങ്ങളുമില്ല. സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കാടിനുള്ളിൽ കുടിയിരുത്തിയ 80-ലധികം കുടുംബങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കിടപ്പു രോഗികൾക്ക് ആശ്വാസമേകാൻ കുട്ടികൾ തെരുവിലിറങ്ങി. പാലിയേറ്റീവ് രോഗികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ താമരശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അധ്യാപകർക്കൊപ്പം നാട്ടിലിറങ്ങി പണം പിരിച്ചത്. പ്രായാധിക്യവും രോഗവും കാരണം കിടപ്പിലായവർക്ക് സഹായം എത്തിക്കാനാണ് കുട്ടികൾ തെരുവിലിറങ്ങിയത്. സഹജീവികളോട് കാരുണ്യം കാട്ടാനും അവരെ ചേർത്തു പിടിക്കുന്നതിനുമുള്ള അവബോധം വിദ്യാർത്ഥികളിൽ വളർത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും സംശയ നിവാരണത്തിനുള്ള അവസരവും ഒരുക്കി. തുടർന്ന് അധ്യാപകർക്കൊപ്പം വിദ്യാർത്ഥികൾ താമരശ്ശേരി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലുമെത്തി കിടപ്പ് രോഗികൾക്കായി ധനസമാഹരണം നടത്തി.
കിടപ്പ് രോഗികളുടെ പ്രയാസം അകറ്റാൻ സമൂഹം ബാധ്യസ്ഥരാണെന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് പകർന്നു നൽകാനാണ് അധ്യാപകരുടെ ശ്രമം. ചെറിയ മനസ്സിൽ, കുട്ടികളുടെ ചെറിയ മനസ്സിൽ രോഗം ഒരു കുറ്റമല്ല, അത് എല്ലാവർക്കും വരാവുന്നതാണ്. അത് പരിചരിക്കാനുള്ള ഒരു മനസ്സും അവരെ സഹായിക്കാനുള്ള മനസ്സും ആ പിഞ്ചു മനസ്സിൽ ഈ ചെറുപ്രായത്തിൽ ഒന്ന് വേരുറച്ച് വരാൻ വേണ്ടിയുള്ള ഒരു പ്രായോഗിക നിലപാട് കൊണ്ടാണ് നമ്മളിന്ന് ഈ കുട്ടികളെ ഈ പരിസരത്തുള്ള കടകളിലേക്കും സംഭാവനയ്ക്കുമായി പറഞ്ഞുവിടാനുള്ള പ്രധാന കാരണം. കുഞ്ഞു കൈകളിൽ സംഭാവന പെട്ടിയുമായി എത്തിയ കുട്ടികളെ വ്യാപാരികളും പ്രോത്സാഹിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ വിഹിതവും സംഭാവനയായി നൽകി. റിട്ടയർഡ് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഉദയകുമാർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പ്രധാന അധ്യാപകൻ കെ വേണു, PTA പ്രസിഡന്റ് മഹേന്ദ്രൻ, അധ്യാപകരായ സജിമോൻ, സ്കറിയ, അബ്ദുറഹിമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 താമരശ്ശേരി. പല രീതിയിലുള്ള പിറന്നാൾ ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സഹജീവി സ്നേഹത്തിൽ നിറഞ്ഞ് പിറന്നാൾ ദിനം ആഘോഷിക്കുകയായിരുന്നു ഇടുക്കി നെടുങ്കണ്ടത്തെ ആദിശ്രീ. ക്യാൻസർ രോഗികൾക്കായി മുടി മുറിച്ചായിരുന്നു ഈ 7 വയസ്സുകാരുടെ ഇത്തവണത്തെ പിറന്നാൾ. മൂന്നാം വയസ്സ് മുതൽ ഓരോ പിറന്നാളും വ്യത്യസ്തമായാണ് ആദിശ്രീ ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും പിറന്നാൾ ദിനത്തിലും മറ്റു പ്രധാന ദിനങ്ങളിലും വൃക്ഷത്തൈകൾ നടും. കൃത്യമായ ഇടവേളകളിൽ അവ പരിപാലിക്കുകയും ചെയ്യും. 7ാം പിറന്നാളിനോടനുബന്ധിച്ച് മരം നടുന്നതിനൊപ്പം ക്യാൻസർ രോഗികൾക്കായി മുടിദാനം ചെയ്യാനും തീരുമാനിച്ചു. എന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ക്യാൻസർ രോഗികൾക്ക് മുടി കൊടുക്കാനാണ് തീരുമാനിച്ചത്. ക്യാൻസർ രോഗികൾക്ക് നൽകുന്നതിനായി ആദിശ്രീയുടെ മുടി തൃശൂർ അമല മെഡിക്കൽ കോളേജിന് കൈമാറി. എല്ലാ ജന്മദിനത്തിലും ഓരോ ഫലവൃക്ഷത്തെയാണ് ഞങ്ങൾ നട്ട് പരിപാലിക്കാറുള്ളത്. എന്നാൽ ഈ തവണ വ്യത്യസ്തമായിട്ട് അവളുടെ മുടി ക്യാൻസർ രോഗികൾക്ക് ഡൊണേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എൻ്റെ തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പച്ചടി SNLP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിശ്രീ. നെടുങ്കണ്ടത്തെയും പരിസര പ്രദേശങ്ങളിലെയും പൊതുസ്ഥലങ്ങളിലും സർക്കാർ ഓഫീസ് പരിസരങ്ങളിലുമായി 500-ലധികം മരങ്ങളാണ് ഈ കൊച്ചുമിടുക്കി ഇതുവരെ നട്ടിട്ടുള്ളത്. ന്യൂസ് 18 നെടുങ്കണ്ടം. കാട്ടിലെ ജീവജാലങ്ങൾ എന്നും നമുക്ക് കൗതുകമാണ്. ആ കൗതുക കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചിത്ര പ്രദർശനത്തിന്റെ ഹൈലൈറ്റ്. 6 സുഹൃത്തുക്കൾ വനയാത്രകളിൽ പകർത്തിയ ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിലുണ്ട്. ഒരു പൾസ് നമുക്കറിയാം, നമ്മൾ കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരോട് എന്നറിയാം, അവർക്ക് പൊതുവെ എല്ലാവർക്കും ഹാപ്പി സന്തോഷമുള്ള മൊമെന്റ് കാണാനാണ് പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ജി ശിവപ്രസാദ്, ജിമ്മി കാമ്പല്ലൂർ, KS രവീഷ്, അശോകൻ രചന, ഷാ സിറാജ്, CBK തമ്പി എന്നിവരാണ് കാട്ടിലെ കാഴ്ച നാട്ടിലൊരുക്കിയത്. ന്യൂസ് 18 കോട്ടയം. ഇടുക്കിയുടെ നെല്ലറയിൽ ആഘോഷമായി കൊയ്ത്തുത്സവം. മുട്ടുകാട് പാടശേഖരത്തിൽ കർഷക കൂട്ടായ്മ നടത്തിയ കൃഷിയാണ് നൂറുമേനി കൊയ്തത്. 3 ഏക്കറിലായിരുന്നു കൃഷി. കുടിയേറ്റത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഹൈറേഞ്ചിൽ ഏറ്റവും അധികം നെൽകൃഷിയുണ്ടായിരുന്ന പ്രദേശമാണ് മുട്ടുകാട് പാടശേഖരം. നെൽകൃഷി നഷ്ടമായതോടെ ഭൂരിഭാഗം കർഷകരും കപ്പ, വാഴ തുടങ്ങിയ തന്നാണ്ട് വിളകളുടെ കൃഷിയിലേക്ക് തിരിഞ്ഞു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കർഷക കൂട്ടായ്മയുടെയും മഹിളാ അസോസിയേഷന്റെയും DYFയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് 3 ഏക്കർ പാടത്ത് വീണ്ടും നെൽകൃഷി ഇറക്കിയത്. ഒരു JLG രൂപീകരിച്ചുകൊണ്ട് സുഭിക്ഷകേരളത്തിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഭക്ഷ്യ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് JLG രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യമായിട്ട് പച്ചക്കറി കൃഷി നടത്തി, അതോടൊപ്പം തന്നെ വാഴകൃഷി നടത്തി. അപ്പം കൃഷി നടത്തിയതിൽ ഏറ്റവും നല്ല വിജയകരമായ ഒരു അനുഭവമാണ് ഉള്ളത്. കൃഷി വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെയാണ് കർഷക കൂട്ടായ്മ നെൽകൃഷി ഇറക്കിയത്. കൊയ്ത്തുത്സവം ദേവികുളം MLA A. രാജ ഉദ്ഘാടനം ചെയ്തു. മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ കൊയ്ത്തുത്സവം ഇന്നിപ്പോൾ നമ്മുടെ തെന്നിന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൊങ്കലാണ്. പൊങ്കലിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണല്ലോ. ആ ദിവസത്തിൽ തന്നെ ഇത് കൊയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ന്യൂസ് 18 ബൈസൺ വാലി. പ്രണയം എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. പ്രണയ നൈരാശ്യം അത്രമേൽ വിഷമമുള്ളതും.
പ്രണയ നൈരാശ്യത്തിലുള്ള വിഷമം നാട് മുഴുവൻ നടന്ന് തീർക്കുകയാണ് റിജോ. പ്രണയ തകർച്ചയുടെ 777-ാം ദിവസം 777 കിലോമീറ്ററാണ് റിജോ നടന്നത്. ഞാനവൾ പരസ്പരം കണ്ടത് കാക്കനാട് വെച്ചിട്ടാണ്. അപ്പോൾ കാക്കനാട് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് കാസർഗോഡ് കാക്കനാട്, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 800 കിലോമീറ്ററോളം ആവും. അവള് വിട്ടു പോയതിനു ശേഷം ഓരോ ദിവസവും എന്ത് ചെയ്യും ഒരു ആകെ ഒരു എംപ്റ്റി ഫീലിംഗ് ആയിരുന്നു. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. 100ാം ദിവസം സെലിബ്രേറ്റ് ചെയ്തു. ചെറിയ ചെറിയ പരിപാടികളായിരുന്നു. എന്തൊക്കെയായിരുന്നു പരിപാടികൾ? ഇങ്ങനെ കേക്ക് മുറി, മെഴുതിരി എത്തിക്കൽ, അങ്ങനെ ഓരോ ദിവസത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളായിരുന്നു. അപ്പോൾ ഓരോ ഇവന്റ് കഴിയുന്തോറും ചെയ്യുന്ന ഇവന്റിന്റെ സ്ട്രഗിളും കൂടി വന്നു. 666 ബലൂൺ വീർപ്പിക്കൽ ഒരു സ്ട്രഗിളായിരുന്നു. ഒരു 6-7 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ബലൂൺ വീർപ്പിക്കൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത 777 കുറച്ച് സ്ട്രഗിൾ വേണം, ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടം തിരഞ്ഞെടുത്തത്. അവൾ ഇതെല്ലാം കാണുന്നുണ്ടാകും. അവൾക്ക് വേണ്ടിയുള്ളതാണ് ഈ യാത്രയെന്നും റിജോ പറയുന്നു. പുറത്ത് പൊള്ളുന്ന വെയിലും അകത്ത് പ്രണയത്തിന്റെ ചുട്ടുപൊള്ളുന്ന ഓർമ്മകളുമായി റിജോ നടക്കുകയാണ്. ന്യൂസ് 18 തിരൂർ. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.